കുറച്ച് അകത്തോട്ടുള്ള ഉള്ള ഏരിയല്ല. അവിടെ പോയി നിൽക്കാം. 900 ഏക്കർ സൗർജല്ലി. ഞങ്ങൾ കൊടൈക്കനാൽ ലേക്ക് സൈഡിലൊരു പാൻ പാർക്ക് കണ്ടുപിടിച്ചു. അതാണിത്. എല്ലാ വട്ടം വരുമ്പോഴും നമ്മൾ ലേക്ക് സൈഡിൽ വരുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുന്നത് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രാവശ്യം വന്നപ്പോൾ എന്തായാലും ഇവിടെ പാർക്കിംഗ് സ്പോട്ട് കണ്ട്. പാൻ പാർക്കാണ്, പക്ഷെ കൊള്ളാം. ഇതുകൊണ്ടാണ്ട് ഇവിടെ നിന്ന് നടന്നങ്ങോട്ട് പോയാൽ മതി. വണ്ടി അവിടെ പാർക്ക് ചെയ്ത് ഇവിടെ ജസ്റ്റ് നടന്നു പോകാനുള്ള ദൂരമുള്ളൂ പാൻ പാർക്കിൽ. അപ്പം നിങ്ങളും ലേക്കിൻ്റെ സൈഡിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ പാൻ പാർക്കിൽ ഇട്ടിട്ട് പോകുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ടും. ലേക്കിൽ നോർമലി നമ്മൾ സൈക്ലിങ്ങും പിന്നെ ബോട്ടിങ്ങും ആണ് ചെയ്യുന്നത്. സൈക്ലിംഗ് നോക്കാം, ബോട്ടിങ് മിക്കവാറും തിരക്കായിരിക്കും. നോക്കാം. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ടൗണിൽ. കറക്റ്റ് 1 മണി ടൈമാണ്. ഒന്ന് നല്ല തിരക്കുണ്ട്. ഏത് നിമിഷവും ഒരു വണ്ടി വന്ന് കയറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് മാത്രം ഇതുവഴി പോകണം. ലേക്ക് സൈഡിലെ തിരക്കറിയാമല്ലോ, ഈ ടൈമിൽ ഞായറാഴ്ചയാണ്. ഈ സമയം കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. ഫ്രൂട്ട്സ് ഒക്കെ ഉള്ളൊരു കട ഈ സൈഡിലാണ്. നമ്മളെപ്പോൾ വന്നാലും ഞങ്ങൾ ഇടയ്ക്ക് ഇവിടെ വരുമ്പോൾ ഇവിടെ എല്ലാം കയറി കറങ്ങി നടക്കാറുണ്ട്. ഇവിടെ മൊത്തം ഷോപ്പുകളെല്ലാം വരുന്നത് ഇവിടെ. ആസ് യൂഷ്വൽ സൺഡേ നല്ല തിരക്കുണ്ട്. ഓഫ് സീസൺ ആണ്, കോടയൊന്നും ഇല്ല. അത്യാവശ്യം തിരക്കുണ്ട്. ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഷേപ്പിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ കൃഷി ചെയ്ത സാധനങ്ങളെല്ലാം നമുക്ക് ഇവിടെ എല്ലാം അവൈലബിൾ ആണ്. പലതരത്തിലുള്ള ഐറ്റംസ്. ഇനി ഇവിടുത്തെ ഒരു പരിപാടി സൈക്ലിംഗ് ആണ്. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ സൈക്ലിംഗ് ആണ്. ഇവിടെ കുറേ സൈക്ലിംഗ് റെൻറ്റ് കിട്ടും, സൈക്കിൾ റെൻറ്റ് കിട്ടും. ഇങ്ങനെ ഡബിൾ സൈക്കിളൊക്കെ കിട്ടും. വേണേൽ ഒരാൾ ചവിട്ടിയാലും മതി, 2 പേർക്ക് സുഖമായിട്ടിരുന്ന് പോവാം. സാധാരണ ഇവിടെ വരുമ്പോൾ ചില സമയങ്ങളിൽ വണ്ടി കയറ്റി വിടാറില്ല തിരക്ക് കൂടുമ്പോൾ. പക്ഷെ ഇപ്പോൾ ഉമ്മാർ കയറ്റി വിടുന്നു. കയറ്റി വിടാതിരിക്കുന്നതാണ് നല്ലത്. ചുമ്മാ ബ്ലോക്കായിട്ട് ഇതുവഴി ഒരു റൗണ്ട് നടക്കുകയോ അല്ലെങ്കിൽ സൈക്ലിങ്ങോ ഒക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലം ഇത്. അല്ല കാറ് കയറ്റിക്കൊണ്ട് പോകാനാണെങ്കിൽ വലിയ രസമൊന്നുമില്ല. പിന്നെ കുതിരയുണ്ട്. ഹോഴ്സ് റൈഡിങ് ഇഷ്ടപ്പെടുന്നവർക്ക് അതും ചെയ്യാം. അയാൾ സൈക്കിളിൽ പോകുന്നു, എന്നിട്ട് കുതിരയും വലിച്ചുകൊണ്ട് പോകുന്നു. അത് കൊള്ളാമല്ലേ? അപ്പോൾ പുള്ളിക്ക് നടക്കുകയും വേണ്ട. ഇവിടെ തിരക്കാവുന്നത് ഇത് ഉണ്ടാവണ്ട. തിരക്കാവുന്ന ഈ വണ്ടി കയറ്റി വിടുന്നുണ്ട്. അല്ലെങ്കിൽ അതുകൊണ്ട് ഇങ്ങനെ ശാന്തമായിട്ട് കിടക്കും. എല്ലാവർക്കും നടന്നു പോകാം. സൈക്കിൾ ഓട്ടിക്കുമ്പോൾ സൈക്കിൾ ഓട്ടാം, സേഫായിട്ട് ചവിട്ടുകയും ചെയ്യാം. ഇത് പോകുമ്പോഴേ വണ്ടി കൂടെ കയറി പോകുമ്പോഴത്തേക്കും ഡേഞ്ചറാവുന്നു. പിള്ളേരൊക്കെ പോയി വണ്ടി പോയി സൈക്കിൾ കൊണ്ടുവന്ന് കയറും. ഇത് ലേക്കിൻ്റെ വ്യൂ ഒന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇവിടെ ബോട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും വരുമ്പോൾ ആലോചിക്കും ഇവിടെ ബോട്ടിങ് ചെയ്യണമെന്ന്. പക്ഷെ ഇവിടുത്തെ ഒടുക്കത്തെ തിരക്കാരണം നമ്മൾ ഇതുവരെ ബോട്ടിങ് ചെയ്തിട്ടില്ല. ഇവിടെ എല്ലാ വട്ടം ഇതുപോലെ വന്ന് കണ്ട് ഇതിൻ്റെ ചുറ്റും ഒന്ന് നടന്ന് ഒരു റൗണ്ട് നടന്ന് ഇതുവഴി നടന്ന് ഇങ്ങനെ കറങ്ങി ആ സൈഡിലെത്താം. അതാണ് നമ്മൾ എല്ലാ വട്ടം ചെയ്യുന്നത്. ചിലപ്പോൾ സൈക്കിളെടുത്ത് പോവും. പക്ഷെ കൊള്ളാം, അവരൊക്കെ എൻജോയ് ചെയ്യുന്നു. ഇവരൊക്കെ എപ്പോൾ വന്നതാണോ കൂട്ടിക്കയറാൻ? എവിടെ ഉണ്ണാ? ക്വാർട്ടർ റൗണ്ട് ഇരുമ്പോ ഇപ്പോൾ ഇല്ല. എല്ലാവരും ക്ലോസ് ചെയ്യുന്നു കാലിൽ ഫണ്ടിലോട്ട്. തണുപ്പ് പോരാത്തോണ്ട് അതൊന്നും വെല്ലുമിച്ച് കിടക്കും. ഐസ്ക്രീം മേടിച്ച് കുടിക്കുന്നു. കൊടൈക്കനാലുകൊണ്ട് ഐസ്ക്രീം മേടിച്ച് കുടിക്കുന്നത് പ്രത്യേക സുഖം ഇല്ലേ ചേച്ചി? കൊടൈക്കനാലുകൊണ്ട് തണുപ്പ് പോരാ ചേച്ചി, ഐസ്ക്രീം കുടിക്കുന്നു ആണല്ലേ? അതുകൊണ്ട് ഐസ്ക്രീം കുടിച്ച് കുറച്ച് തണുപ്പാക്കുന്നു. ചോക്ലേറ്റിന്റെ വില വെച്ചാലോ? വന്ന് നമ്മളിവിടെ പ്ലമ്മിന് വില വെച്ച് കുറച്ച് പ്ലമ്മൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്നതാണ്. ഇപ്രാവശ്യം അത് മേടിക്കേണ്ടി വന്നില്ല. നമ്മൾ മറ്റേ പ്രശ്നം തന്നെ പ്ലമ്മ് തന്ന് അവരുടെ തോട്ടത്തിൽ നിന്ന് പറിച്ച പ്ലമ്മ്. അതുകൊണ്ട് പ്ലമ്മ് മേടിക്കേണ്ടി വന്നില്ല. കടയിൽ കയറി ഞങ്ങൾ വെള്ളം മേടിച്ചായിരുന്നു. ഇവിടെ 5 ലിറ്ററിൻ്റെ വെള്ളം മാത്രമേ കിട്ടത്തുള്ളൂ. ഞങ്ങൾ നൈസായിട്ട് കയറി വെള്ളം മേടിച്ച് അപ്പുറത്തെ കടയിലെ ചേച്ചിയാണെന്ന് അറിയത്തില്ല ഞങ്ങൾക്ക് എടുത്തു തന്നത്. എന്നാലും ആ ചേച്ചി ഞങ്ങളെ 100 രൂപ മേടിച്ച്. പാക്കറ്റ് നോക്കുമ്പോൾ 75 ഉള്ളൂ റേറ്റ്.
അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. ബോട്ട് ഹൗസ്. തിരിച്ചു വരുന്ന വഴിക്ക് ഒരു നല്ലൊരു ഇറക്കം ഇറങ്ങി വരുന്നതിൻ്റെ ഇടയ്ക്ക് കണ്ടൊരു വ്യൂ പോയിൻ്റാണിത്. നമ്മൾ ഇടയ്ക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിർത്തിയപ്പോൾ കണ്ടതാണ്. ഇവിടെ കുറേ ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്. ചായക്കട, ഹോട്ടലൊക്കെ ഉണ്ട്. കുറച്ച് നേരം നോക്കി നിന്നപ്പോഴാണ് 2 കുന്ന്. അപ്പോൾ ഏകദേശം ഒരു പഴനിയുടെ ഒരു കുന്ന് പോലുള്ളൊരു കുന്നും അതിൻ്റെ അപ്പുറത്തൊരു കുന്നുണ്ടല്ലോ, അതുപോലുള്ളൊരു കുന്ന്. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ സൂം ചെയ്ത് നോക്കിയതാണ്, അൾട്രാ വെച്ച് ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ അതേപോലെ കുന്നാണ്, കണ്ടിട്ടതാണെന്ന് തോന്നുന്നത് പഴനി. പിന്നെ നമ്മൾ ആ ഒരു ലേക്ക് സൈഡ് കറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം എല്ലാവർക്കും തളർന്നു. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ അഭിപ്രായം വന്നു, ഇനിയിപ്പം ഇവിടെ കറങ്ങണ്ട, ഇനിയിപ്പം നേരെ പഴനിയിലോട്ട് പോവാം. പഴനിയായിരുന്നല്ലോ നമ്മളൊരു ആക്ച്വൽ ഡെസ്റ്റിനേഷൻ. ഇപ്പം എന്താ അറിയാൻ നമ്മളിപ്പോഴും തമിഴ്നാട്ടിൽ തന്നെയാണ്. ഇവിടെ ഒരു കേരള കഫേ, അവിടെ ഒരു കേരള ഹോട്ടൽ, പിന്നെ ഇവിടെ വീണ്ടും ഒരു മലയാളി ഇളനീർ കോർണർ. തമിഴ്നാട്ടിലൊരു ചെറിയൊരു ജംഗ്ഷൻ, മലയാളി ജംഗ്ഷൻ, എത്തിയൊരു ഫീലുണ്ട്. ഇങ്ങനെ പഴനി മാപ്പിട്ട് വന്നപ്പോൾ നമ്മൾ ഇറക്കമെല്ലാം ഇറങ്ങി താഴെ എത്തിയപ്പോൾ ഫസ്റ്റ് കണ്ടൊരു കടയായിരുന്നു. ഈ ബോർഡ് കണ്ടിട്ട് നിർത്തിയത്, മലയാളി ബോർഡ് കണ്ടപ്പോൾ നിർത്തിയത്. അപ്പോൾ കൊള്ളായിരുന്നു, ഈ ഒരു ലഞ്ച് കൊള്ളായിരുന്നു. ഉച്ചയ്ക്കല്ല, ഏകദേശം 3 മണിയായി. പക്ഷെ നല്ല ലഞ്ചായിരുന്നു. ഇവിടെ കേരള റൈസ് എല്ലാം കിട്ടി. അപ്പോൾ നിങ്ങൾ ഇതുവഴി പോകാമെന്നുണ്ടെങ്കിൽ ഈ ഹോട്ടൽ കാണുന്നുണ്ടെങ്കിൽ ട്രൈ നോക്കി നന്നായിരുന്നു. ബിരിയാണി ഉണ്ടായിരുന്നു, മീൽസും ഉണ്ടായിരുന്നു, 2 ഉണ്ടായിരുന്നു. അപ്പോൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രൈ നോക്കാവുന്നതാണ്. അത്യാവശ്യം ക്ലീന് വൃത്തിയൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു. അപ്പോൾ ഇതാണ് ഗൈസ് പഴനിയിലെ ആ ഒരു ഫേമസ് കേബിൾ കാർ. അവിടെ എത്തി വണ്ടി പാർക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് മുകളിലോട്ട് ഫോൺ കയറ്റത്തില്ല. ഫോൺ ഉണ്ടെങ്കിൽ ബാഗിലോ അല്ലെങ്കിൽ അവിടുത്തെ ലോക്കറിലോ വെച്ചിട്ട് പോകാനേ പറ്റൂ. അപ്പോൾ നമ്മൾ ഇവിടം വരെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് വന്നത് വെറുതെ ആയി. പിന്നെ നമ്മൾ ദർശനം കഴിഞ്ഞ് ഇറങ്ങി തിരിച്ച് വന്നപ്പോൾ കയറിയ ഹോട്ടലാണിത്. തിരിച്ച് വരുന്ന വഴിയല്ല, പഴനിയും കഴിഞ്ഞ് ടൗണൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ ഉള്ള ഹോട്ടലാണ്. അപ്പോൾ വീഡിയോ ഇവിടെ വരെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം ആൻഡ് ലൈക്ക്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.